അമേരിക്കയ്ക്കും നാസയ്ക്കും ചൈനയ്ക്കുമൊക്കെ കനത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ടായിരുന്നു ഇന്ത്യയുടെ അഭിമാന ദൗത്യമായ ചാന്ദ്രയാൻ 3 2023 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. ലോകം അസൂയയോടെ കണ്ട ഈ പ്രക്രിയയിൽ ചാന്ദ്രയാൻ 3 ഇറങ്ങിയ സ്ഥലത്തിന് ഇന്ത്യ ഒരു പേരും നൽകി, ശിവശക്തി പോയിന്റ്. അന്ന് ഈ പേരിനെ ചൊല്ലി അത്യാവശ്യം വിവാദങ്ങളൊക്കെ ഉണ്ടായതുമാണ്. എന്നാൽ രാജ്യാന്തര ബഹിരാകാശ നിയമപ്രകാരം അന്ന് ഇന്ത്യക്കെതിരെ പാര വയ്ക്കാനിറങ്ങിയ ചൈനയ്ക്ക് പോലും ഇന്ത്യയുടെ നിർദ്ദേശം അംഗീകരിക്കേണ്ടി വന്നു. ഇന്ത്യ കണ്ടെത്തിയ അതേ ശിവശക്തി പോയിന്റിനെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ചന്ദ്രനിലെ ശിവശക്തി പോയിന്റിന് 370 കോടി വർഷം പഴക്കമുണ്ടെന്നാണ് ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ. ബംഗളൂരുവിലെ ISROയുടെ ഇലക്ട്രോ ഓപ്റ്റിക്സ് സിസ്റ്റം സെന്റർ, അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി, ചണ്ഡീഗഡിലെ പഞ്ചാബ് സർവകലാശാല എന്നിവയിലെ ശാസ്ത്രജ്ഞർ ചേർന്ന് റെസല്യൂഷൻ റിമോട്ട് സെൻസിംഗ് ഡാറ്റാ സെറ്റുകൾ ഉപയോഗിച്ച് നടത്തിയ നിരീക്ഷണത്തിൽ നിന്നാണ് ശിവശക്തി പോയിന്റിന്റെ കാലപ്പഴക്കം നിർണയിച്ചത്. 2023 ഓഗസ്റ്റ് 23-നായിരുന്നു വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും വഹിക്കുന്ന ചാന്ദ്രയാൻ 3 ബഹിരാകാശ പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ഇറങ്ങിയത്. ഇതോടെ ചന്ദ്രനിൽ ബഹിരാകാശ പേടകം സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമായും ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്ന ആദ്യ രാജ്യമായും ഇന്ത്യ മാറിയിരുന്നു. സോവിയറ്റ് യൂണിയൻ, അമേരിക്ക, ചൈന എന്നീ രാജ്യങ്ങളായിരുന്നു ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ മറ്റ് രാജ്യങ്ങൾ. വരുന്ന ജൂലൈ 14-ന് ഇന്ത്യയുടെ അഭിമാനകരമായ ചന്ദ്രയാൻ 3 ദൗത്യവിക്ഷേപണത്തിന്റെ 2 വർഷം തികയുന്ന വേളയിലാണ് നിർണായകമായ കണ്ടെത്തൽ. ഒരു മാസത്തെ യാത്രയ്ക്ക് ശേഷമാണ് 2023 ഓഗസ്റ്റ് 5-ന് പേടകം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചത്. ഓഗസ്റ്റ് 23-ന് വിക്രം ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം തൊട്ടപ്പോൾ ഇന്ത്യ സോഫ്റ്റ് ലാൻഡിംഗ് നേടുന്ന 4ാമത്തെ രാജ്യമായി. ചന്ദ്രോപരിതലത്തിൽ പര്യവേക്ഷണം ആരംഭിച്ച പ്രഗ്യാൻ റോവറിന്റെ വിന്യാസത്തെ തുടർന്നാണ് ലാൻഡിംഗ് വിജയിച്ചത്. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രഗ്യാൻ ഏകദേശം 100 മീറ്ററോളം സഞ്ചരിച്ചു. റോവറിന്റെ കണ്ടെത്തലുകൾ ചന്ദ്രന്റെ മണ്ണിലെ സൾഫറിന്റെയും മറ്റ് മൂലകങ്ങളുടെയും കണ്ടെത്തൽ ഉൾപ്പെടെ ചന്ദ്രന്റെ ഘടനയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ചന്ദ്രോപരിതലത്തിൽ ജലതന്മാത്രകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതാണ് ദൗത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിൽ ഒന്ന്. ചാന്ദ്രയാൻ 3 ശേഖരിച്ച ഡാറ്റ ചന്ദ്രന്റെ ഭൂമിശാസ്ത്ര ചരിത്രത്തെയും അതിന്റെ ധ്രുവപ്രദേശങ്ങളെ രൂപപ്പെടുത്തിയ പ്രക്രിയകളെയും കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തിനും കാരണമായി. ദൗത്യത്തിന്റെ വിജയം അതിന്റെ ശാസ്ത്രീയ നേട്ടങ്ങൾക്കപ്പുറത്തേക്ക് വ്യാപിച്ചു. ചാന്ദ്രയാൻ 3 ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഭാവനയെ ആകർഷിച്ചു. അതിന്റെ ലാൻഡിംഗ് ഇന്ത്യയിൽ മാത്രം ഏകദേശം 70 ദശലക്ഷം കാഴ്ചക്കാർ തത്സമയം വീക്ഷിച്ചിരുന്നു. ചാന്ദ്രയാൻ 3 ചന്ദ്രനെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് വിപുലീകരിക്കുക മാത്രമല്ല, ബഹിരാകാശ പര്യവേക്ഷണത്തിൽ ഇന്ത്യയുടെ വളരുന്ന കഴിവുകൾ തെളിയിക്കുകയും ചെയ്തു. ഈ ദൗത്യം ഭാവി ചാന്ദ്ര ഗ്രഹാന്തര ദൗത്യങ്ങൾക്ക് അടിത്തറയിട്ടുവെന്ന് വേണം പറയാൻ. ഇന്ത്യ ഈ നാഴികക്കല്ല് ആഘോഷിക്കുന്ന വേളയിൽ സാമ്പിൾ റിട്ടേൺ മിഷനുകളും ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന്റെ കൂടുതൽ പര്യവേക്ഷണങ്ങളും ഉൾപ്പെടെ ഭാവി ദൗത്യങ്ങൾക്കുള്ള പദ്ധതികൾ ഇതിനകം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാന്ദ്രയാൻ 3-ന്റെ വിജയം ആഗോള ബഹിരാകാശ സമൂഹത്തിൽ ഇന്ത്യയെ ഒരു പ്രധാന പങ്കാക്കി. അന്താരാഷ്ട്ര സഹകരണത്തിനുള്ള വാതിലുകൾ തുറക്കുകയും ബഹിരാകാശ പര്യവേക്ഷണത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ അതിന്റെ പങ്ക് ഉറപ്പിക്കുകയും ചെയ്തു. ചാന്ദ്രയാൻ 3 ദൗത്യം ഇന്ത്യയുടെ ശാസ്ത്രീയ വൈദഗ്ധ്യത്തിന്റെയും ബഹിരാകാശ പര്യവേക്ഷണത്തിന്റെ അതിരുകൾ ഭേദിക്കാനുള്ള പ്രതിബദ്ധതയുടെയും സാധൂകരണമായി എന്നും നിലകൊള്ളും.